ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ടോപ്പ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടേക്കാണ് പോകാൻ പോകുന്നത്. ഷോല നാഷണൽ പാർക്ക്. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്തുള്ള വളരെ ചെറിയ, എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ ഒരു നാഷണൽ പാർക്കാണ് ഷോല നാഷണൽ പാർക്ക്. അപ്പോൾ അവിടെ സ്റ്റേ ഉണ്ട്. മഡ് ഹൗസിലാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ക്യാമ്പിങ്ങും പിന്നെ ട്രക്കിങ്ങും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ല അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും നല്ലൊരു കാലാവസ്ഥ തന്നെയാണ്, മഴയൊന്നുമില്ല. ഇത് ഓഗസ്റ്റ് മാസം 2024. ഇതിൻ്റെ ജനത്തിരക്കൊക്കെ കുറവാണ്. സാധാരണഗതിയിൽ ഇവിടെയൊക്കെ നിന്ന് തിരിയാൻ ചെക്കിൻ ടൈം വൈകുന്നേരം 3 മണിക്കാണ്. അതാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ കണ്ണൂരിൽ നിന്ന് ഏകദേശം 11 മണിയാകുമ്പോൾ ഇവിടെ എത്തി. ഒരു 3 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് സാരില്ല, എൻ്റെ ആ 3 മണിക്കൂർ ടോപ്പ് സ്റ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ചെക്കിൻ ടൈം വളരെ ലേറ്റാണ്, 3 മണിക്കാണ്. ചെക്കൗട്ട് ടൈം വളരെ നേരത്തെയും 11 മണിക്കും. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ അവസരം ലഭിക്കുന്നത്. ആ ഒരു ഇതുണ്ട്. അതെല്ലാം ഒരു ഫോറസ്റ്റ് നിയമങ്ങളാണ്. എന്തായാലും നോക്കാം. നമുക്ക് അതിൻ്റെ ഇതുണ്ട്. ഏറ്റവും ചെറിയൊരു നാഷണൽ പാർക്കിലേക്കാണ് താമസിക്കാൻ പോകുന്നത്. ഇതിന് മുമ്പ് താമസിച്ച് കഴിഞ്ഞാൽ തേക്കടി ആയാലും ശരി, അങ്ങനെ എന്താ പറയുക, വയനാട് അങ്ങനത്തെ ഏരിയയിലൊക്കെ ആണെങ്കിൽ വലിയൊരു നാഷണൽ പാർക്കായിരുന്നു മുൻ. പക്ഷേ ഇരുന്ന് കാണാം കാഴ്ചകളൊക്കെ. ഇതിലൂടെ നടന്ന് വന്ന് ഇങ്ങനെ കാട്ടിലൂടെ നടക്കുകയാണ്. ചെറിയ കാടാണ്. മെയിൻ ഫോറസ്റ്റ് ഗേറ്റ് വരെ പോകണം. അവരുടെ ചെക്ക് പോസ്റ്റിന് അവിടം വരെ പോകുന്നു. ഇവിടെ വേറൊരു നല്ല ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ബസ് പോകുന്നുണ്ട്. അതായത് കോവിലൂർ വരെ ബസ് പോകുന്നു. KSRTC പോകുന്നുണ്ട്. അതേമാതിരി നോർമൽ ബസ്സും പോകുന്നുണ്ട്. ഞാനിപ്പോൾ കണ്ടു. ഞാൻ വന്നത് KSRTCയിലാണ്. ഞാൻ വെച്ച് നോർമൽ ബസ് പോകുന്നില്ല. അപ്പോൾ ബസ് ഉണ്ട്, പക്ഷേ അത്ര ഫ്രീക്വൻ്റ് അല്ല. അതിൻ്റെ ടൈമിങ്സ് നമ്മൾ ചോദിച്ചറിഞ്ഞ് ആ ടൈമിൽ ഉണ്ടാവാം. അങ്ങനെ ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരത്തെ ശേഷം വൈകിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. പ്രത്യേകിച്ച് സൺഡേ ഒക്കെ ആകുമ്പോൾ ബസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരെ ചെക്ക് പോസ്റ്റ് പോവാണ്. ഇപ്പോഴും 3 മണി ആയിട്ടില്ല. പോയി ചോദിക്കാം. ഞാനിപ്പോൾ ഇതാ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് കടക്കേണ്ടത്. പോയി റിപ്പോർട്ട് ചെയ്ത് നോക്കാം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്, കാട്ടിൻ്റെ ഉള്ളിലാണ്. ഇതാണ് പാമ്പാടും ഷോല. മൂന്നാറിലെ ഒരു ചെറിയൊരു നാഷണൽ പാർക്കാണ് പാമ്പാടും ഷോല നാഷണൽ പാർക്ക്. അപ്പോൾ അവിടുത്തെ കാട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ സ്റ്റേയിൻ്റെ പേരാണ് മഡ് ഹൗസ്. മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീട്. അപ്പോൾ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകളിലൊക്കെ. മൂന്നാറിലത്തെ തന്നെ ഏറ്റവും ചെറിയ ഒരു നാഷണൽ പാർക്കാണിത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ടോപ്പ് സ്റ്റേഷനിൽ നിന്നും വട്ടവട പോകുന്ന വഴിക്കാണ്. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ റേഞ്ചിലാണ് ഈ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് ഏക്കർ സ്ഥലം മാത്രമാണുള്ളത്. ഇപ്പം നമ്മൾ വട്ടവട പോകുന്നവർക്കറിയാം, 5 കിലോമീറ്റർ പരിധിയിലാണ് ഈ ഒരു ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്രോഗ്രാമുണ്ട്. അതിലെ ഒരു പ്രോഗ്രാമാണ് ഇത് മഡ് ഹൗസിൽ സ്റ്റേ ചെയ്യാം. ഇതിൻ്റെ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 റുപ്പീസാണ് പെർ ഡേ. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നിരിക്കുന്നത് ഫുഡ് മാത്രമേ ഉള്ളൂ, പിന്നെ ഇവിടെ താമസം. പിന്നെ ഈ ഒരു നല്ലൊരു വൈബും ഉണ്ട്. കാടിൻ്റെ നടുക്കിലായിട്ട് നമുക്ക് ഒരു ദിവസം ആസ്വദിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഈ മഡ് ഹൗസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ട്രക്കിംഗ് ഇൻക്ലൂഡഡ് അല്ല. ട്രക്കിംഗ് വേണമെങ്കിൽ എക്സ്ട്രാ 300 പേ ചെയ്യേണ്ടി വരും.
പിന്നെ ഇവിടെ വന്ന ഉടനെ ഇവർ പറഞ്ഞു, നിങ്ങൾ 2 പേരുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ താഴെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് സ്റ്റേ ചെയ്യാൻ നല്ലതെന്നാണ് പറഞ്ഞു. കാരണം ഒരാൾക്കായിട്ട് ഇവരിവിടെ കുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ താഴെ നിന്ന് കുക്ക് ചെയ്തിട്ട് അവർ കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ സോളോ ട്രിപ്പ് വന്നുകൊണ്ട് അവരിവിടെ കുക്ക് ചെയ്യില്ല, പകരം താഴെ മെസ്സിൽ കുക്ക് ചെയ്തതിന് ശേഷം അവർ ഇവിടെ കൊണ്ടുതരും. പിന്നെ അവർ സജസ്റ്റ് ചെയ്താണ് താഴെ നിൽക്കാം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ എന്തായാലും ബുക്ക് ചെയ്തതല്ലേ, താഴത്തേതിൽ കോസ്റ്റ്ലി അല്ല, താഴത്തേതിൽ വെറും 1500 സംതിങ്ങേ ഉള്ളൂ, ഇവിടെ 5000 റുപ്പീസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കോസ്റ്റ് കൊടുത്ത് ഞാൻ ഇത് പേ ചെയ്ത സ്ഥിതിക്ക് ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് എനിക്ക് നല്ലത്. കാരണം എന്തായാലും അല്ലെങ്കിൽ ആ എമൗണ്ട് നഷ്ടമാണ്, പിന്നെ ഈ എക്സ്പീരിയൻസ് താഴെ കിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് താഴെ കാട്ടുപോത്തിനെ കാണാം, നമ്മളാവിനെ കാണാം, അങ്ങനെയൊക്കെ നേരിട്ട് കാണാമെന്നൊക്കെ പറയുന്നു. അത് നമുക്ക് എപ്പോഴും കാണാം, അത് ചിലപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഏതെങ്കിലും മൃഗങ്ങൾ വരുമോ. കരിങ്കുരങ്ങൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കാട്ടുപോത്തും. അപ്പം എന്തെങ്കിലും മൃഗങ്ങൾ, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റും നടക്കാനുള്ള പെർമിഷനൊന്നുമില്ല. ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടാകുമ്പോൾ തന്നെ 300 രൂപയുടെ പാസ് എടുത്തിട്ട് മാത്രമേ നമുക്കിതിന് ചുറ്റും നടക്കാനുള്ള പെർമിഷനുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാടിൻ്റെ നടുക്ക് ആ ഒരു വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ റേഞ്ച് ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ജിയോന് നല്ല റേഞ്ചാണുള്ളത്. ജിയോ നെറ്റ്വർക്കിന് മാത്രം നല്ല റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഡ് ഹൗസിനുള്ളിൽ ചിലപ്പോൾ റേഞ്ച് അധികം ഇല്ലെങ്കിലും ഇതിൻ്റെ പുറത്ത് ഈ സറൗണ്ടിങ്സിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ നല്ലൊരു വൈബാണിത്. ഞാൻ കൂടുതൽ സംസാരിച്ച് നീട്ടുന്നില്ല, നമുക്ക് നേരെ മഡ് ഹൗസിലേക്ക് പോകാം, ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. മഡ് ഹൗസ് 2 റൂം ഉണ്ടെങ്കിലും ഇവർ ഒരു റൂം മാത്രമാണ് കസ്റ്റമറിന് തുറന്നു കൊടുക്കുന്നത്. മറ്റേത് എമർജൻസി സിറ്റുവേഷനിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ വരും. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറെ ടൈപ്പ് റൂംസ് ഉണ്ട്, ലോഗ് ഹൗസ്. അത് കുറച്ചുകൂടി വിശാലമായ റൂമായിരിക്കും, പക്ഷേ അതിൻ്റെ റേറ്റ് പെർ ഡേ 8000 മേലെ ഉണ്ടാവും. അപ്പോൾ അതാകുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വരും, അപ്പോൾ നല്ല വ്യൂ ഉണ്ടാവും, കുറച്ചുകൂടി വ്യൂ കിട്ടും. ഇവിടെ വ്യൂ കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയില്ല, നമുക്ക് ലോഗ് ഹൗസ് വരെ നടന്നിട്ട് ഒക്കെ പോകാം. ഈ കാടിലേക്ക് പോകാൻ പ്രൊഫഷൻ ഇല്ലയെന്നേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് പോയിട്ട് ആ ഒരു സ്റ്റേ പോയി കാണാം. ഇത് ഇവരുടെ കിച്ചണാണ്. ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ആൾ വന്നു കഴിഞ്ഞാൽ ഇവർ കിച്ചൺ തുറന്നിട്ട് ഇവിടെ തന്നെ കുക്ക് ചെയ്യും. പക്ഷേ ഞാൻ സോളോ ആയിട്ട് വന്നതുകൊണ്ട് ഇവിടെ കുക്കിംഗ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇതാണ് റൂം. മഡ് ഹൗസ് പേര് പറഞ്ഞ പോലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ റൂമാണ് കേട്ടോ. ഇതാണ് ചെറിയൊരു സെറ്റപ്പാണ്. ഒരു പഴയകാല മോഡൽ പോലെയുണ്ട്, നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ഫോറസ്റ്റ് ഇവിടെ ഒരു കാടിനുള്ളിൽ സ്റ്റേ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്, ആ ഒരു വൈബാണ് ഇതിലേറ്റവും വലുത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്, വെള്ളമൊക്കെ പ്യുവർ വാട്ടർ ആയിരിക്കും. അത്യാവശ്യം നല്ല ടോയ്ലറ്റൊക്കെയാണ്. ഈ ലൈറ്റ്, ഇവിടുത്തെ കാര്യം പറയുന്നത് ഈ ലൈറ്റൊക്കെ സോളാർ ലൈറ്റാണ്. അതുകൊണ്ട് മാക്സിമം ഇത് ഉപയോഗിക്കുക, അതായത് കറണ്ടൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയേ വേണ്ടൂ. അപ്പോൾ അതിന് അനാവശ്യമായിട്ട് ലൈറ്റൊക്കെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സോളാറിൻ്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാത്രി എന്തായാലും ഫോറസ്റ്റ് ഓഫീസർ സ്റ്റേ ചെയ്യും. കാരണം ഇവരുടെ നിയമപ്രകാരം കാടിനുള്ളിലൊരു ഫോറസ്റ്റ് ഗൈഡ് ഇല്ലാതെ നമുക്ക് പോകാനേ പറ്റില്ല. പിന്നെ താമസിക്കുന്നത് പിന്നെ പറയേണ്ടതില്ലല്ലോ. അത്യാവശ്യം നല്ലതാണ്. ഇവിടെ ഗ്രൂപ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്യാം, നല്ലൊരു സ്ഥലമായിരിക്കും. പിന്നെ നല്ല വ്യൂ പോയിൻ്റ് കണ്ടോ. ഇവിടെയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ താഴെ കാട്ടുപോത്തും ഒക്കെ കാണാൻ സാധിക്കും. അതാ പുള്ളി പറഞ്ഞത്, നിങ്ങൾക്ക് കാട്ടുപോത്തും മൃഗങ്ങളും കാണണമെങ്കിൽ താഴെ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞത്. പക്ഷേ ഞാനിത് ബുക്ക് ചെയ്ത സ്ഥിതിക്ക് ഇതിന് പിന്നെ നഷ്ടമായിരിക്കും. ഇതാണ് പാമ്പാടൻ ഷോല നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകളും പിന്നെ മഡ് ഹൗസിലെ വിശേഷങ്ങളും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരിക. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും വാച്ച് ചെയ്യുക. ടേക്ക് കെയർ. ബൈ.